നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ബജറ്റിൽ ചൂതാട്ട സ്ഥാപനങ്ങൾക്കുള്ള നികുതി വർദ്ധിപ്പിക്കണമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സിനോട് ആവശ്യപ്പെട്ട് ട്രഷറി സെലക്ട് കമ്മിറ്റിയിലെ എംപിമാർ. ഹൈസ്ട്രീറ്റ് സ്ലോട്ട് മെഷീനുകൾ, ഓൺലൈൻ കാസിനോ ഗെയിമുകൾ പോലുള്ള ഉൽപ്പന്നങ്ങളിൽ ഉയർന്ന തീരുവ ചുമത്താൻ ആവശ്യം. അടിസ്ഥാന പലിശ നിരക്ക് 4% നിലനിർത്തി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. തീരുമാനം ഭവന വായ്പാ വിപണിയിൽ ഒരു ഫിക്സഡ് റേറ്റ് പ്രൈസ് വാറിന് തിരികൊളുത്തിയേക്കാമെന്ന് വിദഗ്ധർ. മെട്രോപൊളിറ്റൻ പോലീസ് കറുത്തവർഗക്കാരുടെ മേൽ വരുത്തുന്ന വംശീയ ദ്രോഹം മീറ്റ് പോലീസിന്റെ സംസ്കാരത്തിന് മേലുള്ള കളങ്കമായി മാറിയതായി അവലോകനം. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പുതിയ നികുതി ചുമത്താനുള്ള സാധ്യത ലേബർ സർക്കാർ പരിഗണിക്കുന്നതായി സൂചന ശക്തമായി. പുതിയ EV നികുതി നീക്കത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. UK വിന്ററിൽ NHSനെയും രോഗികളെയും ദുരിതത്തിലാക്കാൻ സമരങ്ങളുമായി ജൂനിയർ ഡോക്ടർമാർ മുന്നോട്ട്. ഹെൽത്ത് സെക്രട്ടറി വൈസ് ട്രീറ്റിംഗിന്റെ 28.9% ശമ്പള വർധന ഓഫർ ജൂനിയർ ഡോക്ടർമാർ തള്ളി. ജർമ്മനിയിൽ ജോലി ഷിഫ്റ്റിന്റെ ജോലിഭാരം കുറയ്ക്കാൻ 10 രോഗികളെ കൊല്ലുകയും 27 പേരെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നഴ്സിന് ജീവപര്യന്തം തടവ്. സ്വിറ്റ്സർലൻഡിൽ വാടക നിരക്ക് കുത്തനെ കൂടി. 20 വർഷത്തിനിടെ വാടക നിരക്ക് വർദ്ധിച്ചത് 31.9%. എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഇതോടെ വിമാന സർവീസുകൾ പലതും തടസ്സപ്പെട്ടു. സാധാരണ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. വാർത്തകൾ വിശദമായി. വരാനിരിക്കുന്ന ബജറ്റിൽ ചൂതാട്ട സ്ഥാപനങ്ങൾക്കുള്ള നികുതി കുത്തനെ വർദ്ധിപ്പിക്കണമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സിനോട് ആവശ്യപ്പെട്ട് ട്രഷറി സെലക്ട് കമ്മിറ്റിയിലെ എംപിമാർ. ചൂതാട്ട സ്ഥാപനങ്ങളുടെ ഭീഷണിപ്പെടുത്തൽ ചാൻസലർ അവഗണിക്കണമെന്നും 11 ബില്യൺ പൗണ്ട് വിലമതിക്കുന്ന മേഖലയിലെ ജനങ്ങൾക്കേറെ ദോഷകരമായ ചൂതാട്ട ഉൽപ്പന്നങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതിവേഗം വളരുന്ന ഹൈസ്ട്രീറ്റ് സ്ലോട്ട് മെഷീനുകൾ, ഓൺലൈൻ കാസിനോ ഗെയിമുകൾ പോലുള്ള ഏറ്റവും ആസക്തി ഉളവാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഉയർന്ന തീരുവ ചുമത്താൻ അവർ റീവ്സിനോട് ആവശ്യപ്പെട്ടു. റേച്ചൽ റീവ്സ് തന്റെ രണ്ടാമത്തെ ബജറ്റ് അന്തിമമാക്കുമ്പോൾ ട്രഷറി ടീം നൽകിയ ഒരു കടുത്ത റിപ്പോർട്ടിൽ കുതിരപ്പന്തയം, കടൽത്തീര ആർക്കേഡുകൾ തുടങ്ങിയ പരമ്പരാഗത പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ചൂതാട്ട മേഖല അതിന്റെ യഥാർത്ഥ വരുമാനവും ബിസിനസ്സും മറച്ചുവെക്കുകയാണെന്ന് എംപിമാർ ആരോപിച്ചു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അടിസ്ഥാന പലിശ നിരക്ക് 4% നിലനിർത്തി. ഈ തീരുമാനം ഭവന വായ്പാ വിപണിയിൽ ഒരു ഫിക്സഡ് റേറ്റ് പ്രൈസ് വാറിന് തിരികൊളുത്തിയേക്കാം. ഈ വർഷം ക്രിസ്മസിന് മുൻപായി നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് ബാങ്ക് ശക്തമായി സൂചന നൽകുന്നുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ബാങ്കിന്റെ ഈ നിലപാട് സ്വാപ്പ് നിരക്കുകൾ കുറയ്ക്കാൻ കാരണമാവുകയും തൽഫലമായി ലെൻഡർമാർ വരും ആഴ്ചകളിൽ അവരുടെ ഫിക്സഡ് നിരക്കുകൾ കൂടുതൽ കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നും ചാർട്ടേഡ് ഫിനാൻഷ്യൽ അഡ്വൈസറായ സ്മിത്ത് ആൻഡ് പിഞ്ചിങ്ങിലെ മോർട്ട്ഗേജ് സ്പെഷ്യലിസ്റ്റ് ലോർണ ഹോബ്സ് പറയുന്നു. അടുത്ത വർഷം പകുതിയോടെ 2-3 തവണ കൂടി അടിസ്ഥാന നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് വിപണി പ്രതീക്ഷിക്കുന്നതായും ഹോബ്സ് കൂട്ടിച്ചേർത്തു. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പുതിയ നികുതി ചുമത്താനുള്ള സാധ്യത ലേബർ സർക്കാർ പരിഗണിക്കുന്നതായി സൂചന ശക്തമായി. ഇന്ധന നികുതി പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്കുള്ളതാണെന്നും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ന്യായമായ സമാന്തര സംവിധാനം വേണമെന്നും സർക്കാർ വക്താവ് വ്യക്തമാക്കിയതോടെയാണ് EVകൾക്കുള്ള പുതിയ നികുതിയെ പറ്റിയുള്ള അഭ്യൂഹം ശക്തമായത്. ടെലഗ്രാഫ് റിപ്പോർട്ട് പ്രകാരം കിലോമീറ്ററിന് 3 പൈസ വീതം നികുതി ചുമത്താനുള്ള ആശയം ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. ഇത് നടപ്പായാൽ ലണ്ടനിൽ നിന്ന് എഡിൻബറ വരെ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം 12 പൗണ്ട് അധികമായി ചെലവാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഹൈബ്രിഡ് വാഹനങ്ങൾക്കും ഈ നിരക്കിൽ നികുതി ബാധകമാകും. സർക്കാർ ഇതിനകം തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 4 ബില്യൺ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും വാഹന ഉടമസ്ഥർ കൂടുതൽ സൗകര്യപ്രദവും വില കുറഞ്ഞതുമാക്കാൻ ശ്രമിക്കുന്നുവെന്നും വ്യക്തമാക്കി. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പുതിയ നികുതി ചുമത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വന്നു. ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി ചുമത്തുന്നത് തെറ്റായ സമയമാണെന്ന് ഷാഡോ ചാൻസലർ മെൽ സ്ട്രൈറ്റ് പറഞ്ഞു. AA പ്രസിഡന്റായ എഡ്മണ്ട് കിങ് സർക്കാരിന് ഇന്ധന നികുതി ചുമത്താനുള്ള ശ്രമത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ് നൽകി. നിലവിൽ വില കൂടുതൽ കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണം കുറവാണ്. ഈ സാഹചര്യത്തിൽ നികുതി ഏർപ്പെടുത്തുന്നത് ഇലക്ട്രിക് വാഹന വിപണിക്ക് വൻ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നും പ്രതിപക്ഷ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മെട്രോപൊളിറ്റൻ പോലീസ് കറുത്തവർഗക്കാരുടെ മേൽ വരുത്തുന്ന വംശീയ ദ്രോഹം മെറ്റ് പോലീസിന്റെ സംസ്കാരത്തിന് മേലുള്ള കളങ്കമായി മാറിയതായി അവലോകനത്തിൽ കണ്ടെത്തൽ. വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച ഡോക്ടർ ഷെറിൻ ഡാനിയൽസിന്റെ റിപ്പോർട്ടിൽ ബ്രിട്ടന്റെ ഏറ്റവും വലിയ സേനയ്ക്കുള്ളിലെ വംശീയതയുടെയും വിവേചനത്തിന്റെയും ദീർഘകാല തെളിവുകൾ നിവർത്തിയുള്ള അവലോകനമാണ്. പോലീസ് സേനയ്ക്കുള്ളിൽ വ്യക്തിഗത അഴിമതിയേക്കാളേറെ കറുത്തവർഗ വിരുദ്ധത നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് ഡാനിയൽസ് ഗാർഡിയനോട് പറഞ്ഞു. വെള്ളക്കാരെക്കാൾ കറുത്തവർഗക്കാർക്കെതിരെ ബലപ്രയോഗവും നിർബന്ധിത തന്ത്രങ്ങളും പ്രയോഗിക്കാനുള്ള സാധ്യത മെറ്റ് പോലീസിൽ ഇന്ന് കൂടുതലാണ്. കറുത്തവർഗക്കാർക്കായുള്ള തിരച്ചിൽ തെരുവുകളെ ചെക്ക് പോസ്റ്റുകളാക്കി മാറ്റുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. മെറ്റിന്റെ സംവിധാനങ്ങൾ, ഭരണം, നേതൃത്വം, സംസ്കാരം എന്നിവ എങ്ങനെ വംശീയദ്രോഹം ഉണ്ടാക്കുന്നു എന്ന് തന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്.
30 പാറ്റേൺസ് ഓഫ് ഹാം എന്ന് വിളിക്കപ്പെടുന്ന റിപ്പോർട്ട് സ്ഥാപനപരമായി വംശീയമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അംഗീകരിക്കാൻ പോലീസ് കമ്മീഷണർ വിസമ്മതിച്ചു. അതേസമയം വ്യവസ്ഥാപരമായ പരാജയങ്ങൾ അംഗീകരിച്ചു. ക്യാൻസർ രോഗികൾക്ക് ജിപിയുടെ അടിയന്തര റഫറലിന് ശേഷം പരമാവധി 2 മാസത്തിനുള്ളിൽ ചികിത്സ ലഭ്യമാക്കാനുള്ള നിയമപരമായ അവകാശം നൽകണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെട്ടു. ലാൻസെറ്റ് ഓങ്കോളജിയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ രോഗികളെ അവരുടെ ആശുപത്രിയിൽ ചികിത്സിക്കാൻ കഴിയില്ല എങ്കിൽ NHS മറ്റൊരു ആശുപത്രിയിലോ സ്വകാര്യ മേഖലയിലോ വിദേശത്തോ ചികിത്സ ക്രമീകരിക്കാൻ ബാധ്യസ്ഥരായിരിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഇതോടൊപ്പം ക്യാൻസർ രോഗികൾക്ക് അവരുടെ ചികിത്സയ്ക്കായി വിദഗ്ധ ഡോക്ടർമാരെ ലഭിക്കാനുള്ള അവകാശവും നിയമം മൂലം സംരക്ഷിക്കപ്പെടണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചികിത്സ വിജയകരമായി കഴിഞ്ഞാൽ 5 വർഷത്തിനു ശേഷം രോഗചരിത്രം വെളിപ്പെടുത്തേണ്ടതില്ല എന്നും ഇതിലൂടെ ഇൻഷുറൻസ് കമ്പനികളും ബാങ്കുകളും പഴയ രോഗം പറഞ്ഞ രോഗികളെ വിവേചിക്കാനോ അധിക നിരക്ക് ഈടാക്കാനോ പാടില്ല എന്നുമുള്ള അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട്. 1999 മുതൽ ഡെൻമാർക്കിൽ ക്യാൻസർ രോഗികൾക്ക് 28 ദിവസത്തിനുള്ളിൽ ചികിത്സ ആരംഭിക്കാനുള്ള നിയമാവകാശമുണ്ട്. ഈ സംവിധാനം രോഗികളുടെ ജീവിത രക്ഷാ നിരക്ക് ഉയർത്തുകയും കാത്തിരിപ്പ് സമയം കുറയ്ക്കുകയും ചെയ്തതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. UK-യിൽ 2015 മുതൽ ഈ ലക്ഷ്യം പാലിക്കാൻ NHS-ന് സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. UK-യിൽ വിന്ററിൽ NHS-നെയും രോഗികളെയും ദുരിതത്തിലാക്കാൻ സമരങ്ങളുമായി ജൂനിയർ ഡോക്ടർമാർ മുന്നോട്ട്. ഹെൽത്ത് സെക്രട്ടറി വൈസ് ട്രീറ്റിംഗിന്റെ 28.9% ശമ്പള വർധന ഓഫർ തള്ളിയ ജൂനിയർ ഡോക്ടർമാർ സമരത്തിലേക്ക് പോവുകയാണ്. വിന്ററിൽ ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാലും സമരം ചെയ്യുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം 5 ദിവസം തുടർച്ചയായി പണിമുടക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ രാജ്യത്തെ ബന്ദികളാക്കി നിലനിർത്തുകയാണ് എന്നും സ്ട്രീറ്റിംഗ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ബുധനാഴ്ച BMAക്ക് മുന്നിൽ പുതിയ ഓഫർ സമർപ്പിച്ചുകൊണ്ട് സമരങ്ങൾ ഒഴിവാക്കാമെന്നാണ് സ്ട്രീറ്റിംഗ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഗവൺമെന്റ് ഓഫർ നിരസിച്ച BMAയുടെ ഡോക്ടർ മെലിസ റയാൻ 4 മണിക്കൂറിനുള്ളിൽ പ്രതികരണം അറിയിക്കുകയായിരുന്നു. 28.9% ശമ്പള വർധന വെറും കഷ്ണങ്ങളായാണ് BMA കരുതുന്നത് എന്ന് രോക്ഷാകുലനായ ഹെൽത്ത് സെക്രട്ടറി വൈസ് ട്രീറ്റിംഗ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. നികുതിദായകർ സഹിക്കുന്ന ത്യാഗങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല. ഡോക്ടർമാരെ അപേക്ഷിച്ച് വളരെ കുറവ് ശമ്പളം നൽകുന്ന മറ്റ് NHS ജീവനക്കാരോടുള്ള എന്റെ ഉത്തരവാദിത്വവും കണക്കാക്കുന്നില്ല. ഇവർ NHS-നെയും രാജ്യത്തെയും ബന്ദികളാക്കുകയാണ്. ഈ പെരുമാറ്റത്തിന് കീഴടങ്ങാൻ കഴിയില്ല എന്നും സ്ട്രീറ്റിംഗ് പറഞ്ഞു. മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസിയുടെ ആദ്യത്തെ ചീഫ് മെഡിക്കൽ ആൻഡ് സയന്റിഫിക് ഓഫീസറായി മലയാളിയായ പ്രൊഫസർ ജേക്കബ് ജോർജ് നിയമിതനായി. ശാസ്ത്രീയ മികവ് കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു സുപ്രധാന തസ്തികയാണ്. മാത്രമല്ല MHRAയുടെ ശാസ്ത്രീയ നയങ്ങളിലൂടെ ഭാവിയിലെ റെഗുലേഷനുകൾക്ക് രൂപം നൽകാനും കഴിയും. നിലവിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡെൻഡി മെഡിക്കൽ സ്കൂളിൽ കാർഡിയോവാസ്കുലർ മെഡിസിൻ ആൻഡ് തെറപ്യൂട്ടിക്സ് വിഭാഗത്തിലെ പ്രൊഫസറാണ് അദ്ദേഹം. കൂടാതെ NH ടൈസൈഡിൽ കൺസൾട്ടന്റ് ഫിസിഷ്യനായും കാർഡിയോവാസ്കുലർ റിസ്ക് സർവീസിന്റെ ക്ലിനിക്കൽ ലീഡായും പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിനിക്കൽ ഫാർമക്കോളജിയിലും ജനറൽ ഇന്റേണൽ മെഡിസിനിലും യോഗ്യത നേടിയിട്ടുള്ള ആളാണ് പ്രൊഫസർ ജേക്കബ് ജോർജ്. മലേഷ്യയിൽ താമസമാക്കിയ മലയാളി ദമ്പതികളുടെ മകനായി ജനിച്ച അദ്ദേഹം ബ്രിട്ടനിലായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പൊതുജനാരോഗ്യ പരിപാലനത്തിന് വളരെ സുപ്രധാനമായ ഒരു പങ്കാണ് MHRA നിർവഹിക്കുന്നത്. അതിനോടൊപ്പം ഈ രംഗത്ത് ഇന്നോവേഷനുകൾ ത്വരിതപ്പെടുത്തുന്നുണ്ടെങ്കിലും അവർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഏറെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ MHRAയിൽ ചേരുന്നതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു പ്രൊഫസർ ജേക്കബ് ജോർജിന്റെ പ്രതികരണം. ജർമ്മനിയിൽ ജോലി ഷിഫ്റ്റിന്റെ ജോലിഭാരം കുറയ്ക്കാൻ 10 രോഗികളെ കൊല്ലുകയും 27 പേരെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നഴ്സിന് ജീവപര്യന്തം തടവ്. പശ്ചിമ ജർമ്മനിയിലെ വൂർസെലനിലുള്ള ആശുപത്രിയിലെ നഴ്സാണ് തന്റെ പരിചരണത്തിലുണ്ടായിരുന്ന രോഗികളെ കൊലപ്പെടുത്തിയത്. രാത്രി ഷിഫ്റ്റുകളിലെ ജോലിഭാരം കുറയ്ക്കാനാണ് കൊലപാതകം ചെയ്തതെന്നാണ് നഴ്സിന്റെ മൊഴി. 2023 ഡിസംബറിനും 2024 മെയ് മാസത്തിനുമിടയിലാണ് കേസിനാസ്പദമായ സംഭവം. പ്രായമായവർ ഉൾപ്പെടെ രോഗികൾക്ക് മാരകമായ മയക്കുമരുന്നും വേദന സംഹാരികളും നൽകി നഴ്സ് കൊലപാതകം നടത്തുകയായിരുന്നു. എന്നാൽ നഴ്സിന്റെ പേര് പുറത്തുവിട്ടിട്ടില്ല. 2024 നഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2007 നഴ്സിംഗ് പ്രൊഫഷണലായി പരിശീലനം പൂർത്തിയാക്കിയ നഴ്സ് 2020 മുതൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇക്കാലയളവിൽ കൂടുതൽ പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായി മറ്റു മൃതദേഹങ്ങളും പുറത്തെടുത്ത് പരിശോധന നടത്തുകയാണ് എന്ന് പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു. ഇതിനു മുൻപും ജർമ്മനിയെ നടുക്കിയ സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2019 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ജർമ്മനിയിലെ ഏറ്റവും കുപ്രസിദ്ധനായ പരമ്പര കൊലയാളി നീൽസ് ഗോഹോഗൽ എന്ന നേഴ്സ് 85 രോഗികളെയാണ് കൊല ചെയ്തത്. 1999 2005 ഇടയിൽ രോഗികൾക്ക് മാരകമായ അളവിൽ ഹൃദ്രോഗത്തിനുള്ള മരുന്ന് നൽകിയാണ് ഇയാൾ ഇത്രയും പേരെ കൊലപ്പെടുത്തിയത്. ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഉച്ചകോടി യാഥാർത്ഥ്യമാക്കി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ചർച്ചകളുമായി ഹംഗറിയുടെ തീവ്ര വലതുപക്ഷ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ. തന്റെ ദൗത്യവുമായി ഓർബൻ വെള്ളിയാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശിക്കും.
ബുഡാപെസ്റ്റിന് ഉച്ചകോടി നടത്തണമെന്ന് നിർദ്ദേശിച്ച ഓർബൻ ചർച്ചകളിൽ റഷ്യൻ ഊർജ്ജത്തിനെതിരായ US ഉപരോധങ്ങളിൽ നിന്ന് ഇളവ് ചെയ്യും. സംഘർഷം അവസാനിപ്പിക്കാൻ പുടിൻ ചർച്ചകൾ മന്ദഗതിയിലാക്കുന്നുവെന്ന് ആരോപിച്ചതിനു ശേഷം റഷ്യക്കെതിരായ ട്രംപിന്റെ കർശനമായ നിലപാട് മാറിയോ എന്ന് ഇതിലറിയാം. എന്നിരുന്നാലും ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പുതിയ പ്രതിപക്ഷ നേതാവിൽ നിന്ന് അഭൂതപൂർവമായ ആഭ്യന്തര വെല്ലുവിളി നേരിടുന്ന ട്രംപിനെ ഹംഗറി സന്ദർശിക്കാൻ ഓർബനെ പ്രേരിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ മുൻഗണന എന്ന് ഹുങ്കാരിയ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു. സ്വിറ്റ്സർലൻഡിൽ വാടക നിരക്ക് കുത്തനെ കൂടി. 20 വർഷത്തിനിടെ വാടക നിരക്ക് വർദ്ധിച്ചത് 31.9%. ഒഴിവുള്ള അപ്പാർട്ട്മെന്റുകളുടെ കുറവും മോർഗേജ് റഫറൻസ് നിരക്ക് കുറഞ്ഞതും കാരണം സ്വിറ്റ്സർലൻഡിലെ വാടക നിരക്കുകൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ 3-1 വർദ്ധിച്ചതായി താരതമ്യ വെബ്സൈറ്റായ കമ്പാരിസ് നടത്തിയ റിപ്പോർട്ട് കണ്ടെത്തി. 2005 മുതലുള്ള കണക്കനുസരിച്ച് വാടക 31.9% ഉയർന്നത്. പ്രതിവർഷം ശരാശരി 1.4% വർധനവാണ് വാടക നിരക്കിൽ രേഖപ്പെടുത്തിയത്. അടുത്തിടെ 1.5% നിന്ന് 1.25% മോർഗേജ് റഫറൻസ് നിരക്ക് കുറഞ്ഞതും വാടക നിരക്ക് ഉയരാൻ ഇടയാക്കിയിരുന്നു. മോർഗേജ് റഫറൻസ് നിരക്ക് കുറയുമ്പോൾ വാടകക്കാർക്ക് ഭൂവുടമകളോട് വാടക കുറയ്ക്കാൻ ആവശ്യപ്പെടാൻ സാധിക്കും. ചെക്ക് പാർലമെന്റിന്റെ അധോസഭയിലെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട തീവ്ര വലതുപക്ഷ സ്പീക്കർ ടോമിയോ ഒക്കാമുറ തന്റെ ആദ്യ നടപടികളിലൊന്നായി കെട്ടിടത്തിന് മുകളിൽ പറക്കുന്ന ഉക്രൈനിയൻ പതാക നീക്കം ചെയ്യാൻ ഉത്തരവിട്ടു. ബാബിഷിന്റെ വരാനിരിക്കുന്ന സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സഖ്യകരാറിൽ ഒപ്പുവെച്ച SPD പാർട്ടി നേതാവ് ടോമിയോ ഒക്കാമുറ എല്ലാ പൊതുകെട്ടിടങ്ങളിൽ നിന്നും ഉക്രൈനിയൻ പതാകകൾ നീക്കം ചെയ്യണമെന്ന തന്റെ ദീർഘകാല ആഹ്വാനത്തെ ന്യായീകരിച്ചു. ഇങ്ങനൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഇതോടെ വിമാന സർവീസുകൾ പലതും തടസ്സപ്പെട്ടു. സാധാരണ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. വാർത്താ ഏജൻസിയായ PTIയുടെ റിപ്പോർട്ട് പ്രകാരം 100ഓളം വിമാനങ്ങളാണ് വൈകിയത്. ഇന്നലെ വൈകിട്ട് ആരംഭിച്ച സാങ്കേതിക പ്രശ്നം ഇന്ന് രാവിലെയും തുടരുകയായിരുന്നു. എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിലെ സാങ്കേതിക പ്രശ്നം കാരണം വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളിൽ കാലതാമസം നേരിട്ടു. എത്രയും വേഗം അത് പരിഹരിക്കുന്നതിനായി സജീവമായി പ്രവർത്തിക്കുകയാണ് എന്ന് ഡൽഹി വിമാനത്താവള അധികൃതർ ഔദ്യോഗിക എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചു. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24 പ്രകാരം ശരാശരി 50 മിനിറ്റ് വരെയാണ് വിമാനങ്ങൾ വൈകിയത്. തത്സമയ വിവരങ്ങൾക്കായി യാത്രക്കാർ അതത് എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ അഭ്യർത്ഥന നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധി വോട്ടുകൾ ആരോപിച്ച ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമുള്ള 22 വോട്ടർമാരിൽ ഒരാൾ മരിച്ചയാളെന്ന് ബന്ധുക്കൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം മുൻപ് 2022 മാർച്ചിലാണ് ഗുനിയ എന്ന വോട്ടർ മരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്നതും ചിത്രം വിദേശ വനിതയുടേതാണെന്നതും പുതിയ വിവരമാണെന്നും കുടുംബത്തിന്റെ പ്രതികരണം. എന്താണ് സംഭവിച്ചതെന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന് ഗുനിയയുടെ മരണ സർട്ടിഫിക്കറ്റ് പങ്കുവച്ച് അവരുടെ അമ്മായിയമ്മ പറഞ്ഞു. മരണത്തിനു മുൻപ് ഗുനിയ വോട്ട് രേഖപ്പെടുത്തിയിരുന്നുവെന്നും കുടുംബം പറഞ്ഞു. തങ്ങൾ യഥാർത്ഥ വോട്ടർമാരാണെന്നും ചിത്രം മാത്രമാണ് മാറിപ്പോയതെന്നും പ്രതികരിച്ച് നേരത്തെ 5 പേർ രംഗത്തെത്തിയിരുന്നു. വോട്ടുകൊള്ള ആരോപണത്തിൽ ഈ മാസം അവസാനം ഡൽഹി രാംലീല മൈതാനത്ത് മഹാറാലി നടത്താനാണ് കോൺഗ്രസ് നീക്കം. ആരോപണം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള 2ാം ഘട്ട പ്രചരണ പരിപാടികളും ഉടൻ ആരംഭിക്കും. JNUവിൽ ഗോപിക ബാബുവിന് വൻ ഭൂരിപക്ഷത്തോടെ ജയം. കേരളത്തിൽ നിന്നുള്ള കനൽ JNUവിൽ ആളിപ്പടർന്ന് കേന്ദ്ര പാനലിലേക്ക് വിജയിച്ചപ്പോൾ മലയാളികൾക്കും അഭിമാനം. ദിസ് കോമ്രേഡ് ഈസ് അവർ കോമ്രേഡ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3101 വോട്ടുകൾ നേടിയാണ് ഗോപിക വിജയിച്ചു കയറിയത്. ഒപ്പം ജയിച്ചവരെക്കാൾ 1000-ലധികം വോട്ടുകളുടെ വ്യത്യാസത്തിൽ 2023-24 കാലയളവിൽ JNU വിദ്യാർത്ഥി യൂണിയനിൽ കൗൺസിലറായിരുന്ന ഗോപിക വിജയിച്ചു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിറാൻഡ ഹൗസ് കോളേജിൽ ഡിഗ്രി പഠനത്തിനു ശേഷം 2022 MA സോഷ്യോളജി വിദ്യാർത്ഥിനിയാണ് JNUവിൽ എത്തിയത്. അന്നു മുതൽ ഇടതുപക്ഷത്തിനൊപ്പം ശക്തമായി പ്രവർത്തിച്ച് 2ാം വർഷത്തിൽ SFIയുടെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് കൗൺസിലർ സ്ഥാനാർത്ഥിയായി വിജയിച്ചു. പിന്നീട് ക്യാമ്പസിലെ വിദ്യാർത്ഥി അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു. ന്യൂഡൽഹിയിൽ വായു നിലവാരം ഇന്നും നാളെയും കൂടുതൽ മോശമാകുമെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി വായു നിലവാര സൂചിക വളരെ മോശം നിലവാരത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ് അതിർത്തികളിൽ വൈക്കോൽ കത്തിക്കൽ വ്യാപകമായിരുന്നു. കാർഷികാവശിഷ്ടങ്ങളുടെ പൊടിയടങ്ങിയ പുകക്കാറ്റ് ഡൽഹിയിലെ അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയാണ്. ഒപ്പം ശൈത്യം ശക്തി പ്രാപിക്കുന്നതിനാൽ മലിനവായു അന്തരീക്ഷത്തിൽ തങ്ങി നിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ജനം ജാഗ്രത പാലിക്കണമെന്ന് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നിർദ്ദേശിച്ചു.
വരും ദിവസങ്ങളിൽ വായു ഗുണനിലവാര സൂചിക 300-ന് മുകളിൽ തുടരുന്ന സ്ഥിതിയാണ്. വായു മലിനീകരണത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിരോധിക്കാനുള്ള നിർദ്ദേശങ്ങളും എയിംസ് പുറത്തിറക്കി. CPM ഭരണസമിതി 100 കോടിയോളം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന് പരാതിയുള്ള നേമം സർവീസ് സഹകരണ ബാങ്കിൽ ED റെയ്ഡ്. കൊച്ചിയിൽ നിന്നുള്ള ED സംഘമാണ് ബാങ്കിൽ പരിശോധന നടത്തുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-നെ വെട്ടിലാക്കിയാണ് ബാങ്കിൽ ED എത്തിയിരിക്കുന്നത്. പ്രദേശത്ത് നാളുകളായി നിക്ഷേപക കൂട്ടായ്മ വ്യാപകമായ പ്രതിഷേധം നടത്തിവരികയായിരുന്നു. ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന R. പ്രദീപ് കുമാർ അടക്കമുള്ളവർ അറസ്റ്റിലായിരുന്നു. 34.26 കോടി രൂപ ലോൺ നൽകിയ വകയിൽ തിരിച്ചടവ് കിട്ടാനുണ്ടെങ്കിലും 15.55 കോടി രൂപയ്ക്ക് മാത്രമേ ബാങ്കിൽ ഈടായി രേഖയുള്ളൂ എന്ന് സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തിയിരുന്നു. പ്രതിമാസ നിക്ഷേപ പദ്ധതിയിൽ ആകെ കിട്ടാനുള്ളത് 10.73 കോടി രൂപയാണ്. ഇതിൽ 4.83 കോടി രൂപയ്ക്ക് മാത്രമേ രേഖകളുള്ളൂ. മുൻ സെക്രട്ടറിമാരായ S. ബാലചന്ദ്രൻ നായർ 20.76 കോടി രൂപയുടെയും AR. രാജേന്ദ്രകുമാർ 31.63 കോടി രൂപയുടെയും SS. സന്ധ്യ 10.41 കോടി രൂപയുടെയും ക്രമക്കേടുകൾ നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. കഴിഞ്ഞ 10 വർഷത്തെ ഭരണസമിതി അംഗങ്ങൾ ഓരോരുത്തരും നഷ്ടം വരുത്തിയ കണക്കുകളും പുറത്തു വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന എറണാകുളം KSR ബാംഗ്ലൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ബാംഗ്ലൂരു എറണാകുളം റൂട്ടിൽ ട്രയൽ റൺ നടത്തി. 8 കോച്ചുകളുള്ള റേക്കാണ് ട്രയൽ റൺ നടത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിലെത്തിയ ട്രെയിൻ 2:30 തിരികെ പോയി. ഇന്ന് വൈകിട്ട് തിരികെ എത്തിക്കും. നാളെ രാവിലെ 8-നാണ് ഉദ്ഘാടന ചടങ്ങ്. വാരണാസിയിൽ നടക്കുന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്യുക. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിൽ തയ്യാറാക്കുന്ന പ്രത്യേക വേദിയിൽ തത്സമയ ചടങ്ങുകളും ഉണ്ടാകും. ഇതിനുള്ള ഒരുക്കങ്ങൾ സൗത്തിൽ നടക്കുന്നുണ്ട്. നാളെ ഉദ്ഘാടന സ്പെഷ്യൽ ട്രെയിനായി സൗത്തിൽ നിന്ന് രാവിലെ 8-നാണ് പുറപ്പെടുക. തൃശൂരിൽ 9-നും പാലക്കാട് ജംഗ്ഷനിൽ 10:50-നും ഉദ്ഘാടന സ്പെഷ്യൽ വന്ദേ ഭാരത് എത്തും. ബാംഗ്ലൂരിലെത്തുക വൈകുന്നേരം 5:50-നാണ്. പതിവ് സർവീസിന്റെ തീയതി, ടിക്കറ്റ് നിരക്ക് എന്നിവ വൈകാതെ റെയിൽവേ അറിയിക്കും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീളുമെന്നായതോടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തിടുക്കം കാട്ടാതെ മുന്നണികൾ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിവസം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPM-ഉം BJP-യും മുസ്ലിം ലീഗും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. CPI-ക്കും തിടുക്കമില്ല. തിരുവനന്തപുരത്ത് ഏതാണ്ട് പൂർണ്ണമായും, കൊല്ലത്ത് ഭാഗികമായും കോർപ്പറേഷനുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് മറ്റു കോർപ്പറേഷനുകളിൽ ഈ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഭാഗികമായെങ്കിലും നടത്തിയേക്കും. ഇന്നലെ ചേർന്ന CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാർട്ടി മത്സരിക്കുന്ന 75 സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ആരാകണമെന്നത് ചർച്ച ചെയ്തു. ജില്ലാ കമ്മിറ്റി പരിഗണിച്ച പേരുകൾ വീണ്ടും താഴെത്തട്ടിലേക്ക് നൽകിയ ശേഷമാകും പ്രഖ്യാപനം. 3 ഏരിയ സെക്രട്ടറിമാരെ തിരുവനന്തപുരത്ത് പാർട്ടി മത്സരിപ്പിക്കുന്നുണ്ട്. കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിൽ CPM സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ. ജില്ലാ പഞ്ചായത്തുകളിലും ചർച്ചകൾ കഴിഞ്ഞിട്ടില്ല. കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസിന് പിന്നാലെ RSPയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മാറ്റിവെച്ചു. കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഏകദേശ പട്ടികയായിട്ടുണ്ടെങ്കിലും മുസ്ലിം ലീഗുമായി ഒരു റൗണ്ട് ചർച്ച കൂടി ബാക്കിയുണ്ട്. രാത്രിയുടെ അന്ത്യയാമത്തിൽ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് കളമൊരുക്കിയ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരുമാണ് ശബരിമല സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരെന്ന് കാലത്തിന്റെ കാവ്യനീതിയാണെന്ന് മുൻ KPCC പ്രസിഡന്റ് K. മുരളീധരൻ ആരോപിച്ചു. ഇടതു സർക്കാർ നിയമിച്ച 2019-ലെയും 2025-ലെയും ബോർഡ് ഭരണാധികാരികളും സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഉത്തരവാദികളാണെന്നാണ് കേരള ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിക്കും ഒഴിഞ്ഞുമാറാനാകില്ല. 2019-ൽ സ്വർണ്ണപ്പാളികൾ ദേവസ്വം മാനുവൽ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ക്ഷേത്ര സമുച്ചയത്തിൽ നിന്നും പുറത്തു കൊണ്ടുപോയപ്പോൾ ഭരിച്ചിരുന്നതും LDF ബോർഡും സർക്കാരുമായിരുന്നു. ഇപ്പോൾ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തയച്ചതും ഇടതു ഭരണക്കാർ തന്നെ. ഇതൊന്നും കോൺഗ്രസും UDF-ഉം പറയുന്നതല്ല എന്നും ഹൈക്കോടതിയും അന്വേഷണ സംഘവും കണ്ടെത്തിയ തെളിവുകളാണെന്നും ഈ വസ്തുതകളിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. പാവപ്പെട്ട ക്ഷേത്ര ജീവനക്കാരെ കള്ളന്മാരെന്ന് വിളിച്ച ഭരണാധികാരികൾ ഇരുമ്പഴിക്കുള്ളിലാകുന്ന സമയം വിദൂരമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ആഭിമുഖ്യത്തിൽ സ്വർണ്ണക്കൊള്ളക്കാരെ കൽത്തുറങ്കിലടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് ബിജു വി നാഥ് അധ്യക്ഷനായി. T. ശരത്ചന്ദ്ര പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC അംഗം JS അഖിൽ, എംപ്ലോയീസ് ഫ്രണ്ട് രക്ഷാധികാരി G. ബൈജു, നേതാക്കളായ നെയ്യാറ്റിൻകര പ്രവീൺ, കാട്ടാക്കട അനിൽ, കോട്ടയം അനൂപ്, കൊല്ലം സുനിൽ, CR രാധാകൃഷ്ണൻ, ശ്യാം ആനപ്പാറ, PR ശ്രീശങ്കർ, SS ഷാബു, കല്ലയം രാജേഷ്, ചങ്ങനാശ്ശേരി രാജീവ്, വിനീത് തെക്കേക്കര, ഏറ്റുമാനൂർ സുധീഷ്, വൈക്കം അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബജറ്റിൽ ചൂതാട്ട സ്ഥാപനങ്ങൾക്കുള്ള നികുതി വർദ്ധിപ്പിക്കണമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സിനോട് ആവശ്യപ്പെട്ട് ട്രഷറി സെലക്ട് കമ്മിറ്റിയിലെ MPമാർ.
ഹൈ സ്ട്രീറ്റ് സ്ലോട്ട് മെഷീനുകൾ, ഓൺലൈൻ കാസിനോ ഗെയിമുകൾ പോലുള്ള ഉൽപ്പന്നങ്ങളിൽ ഉയർന്ന തീരുവ ചുമത്താൻ ആവശ്യം. അടിസ്ഥാന പലിശ നിരക്ക് 4% നിലനിർത്തിയ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. തീരുമാനം ഭവന വായ്പാ വിപണിയിൽ ഒരു ഫിക്സഡ് റേറ്റ് പ്രൈസ് വാറിന് തിരികൊളുത്തിയേക്കാമെന്ന് വിദഗ്ധർ. മെട്രോപൊളിറ്റൻ പോലീസ് കറുത്തവർഗക്കാരുടെ മേൽ വരുത്തുന്ന വംശീയ ദ്രോഹം മീറ്റ് പോലീസിന്റെ സംസ്കാരത്തിന് മേലുള്ള കളങ്കമായി മാറിയതായി അവലോകനം. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പുതിയ നികുതി ചുമത്താനുള്ള സാധ്യത ലേബർ സർക്കാർ പരിഗണിക്കുന്നതായി സൂചന ശക്തമായി. പുതിയ EV നികുതി നീക്കത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. UK-യിൽ വിന്ററിൽ NHS-നെയും രോഗികളെയും ദുരിതത്തിലാക്കാൻ സമരങ്ങളുമായി ജൂനിയർ ഡോക്ടർമാർ മുന്നോട്ട്. ഹെൽത്ത് സെക്രട്ടറി വൈസ് ട്രീറ്റിംഗിന്റെ 28.9% ശമ്പള വർധന ഓഫർ ജൂനിയർ ഡോക്ടർമാർ തള്ളി. ജർമ്മനിയിൽ ജോലി ഷിഫ്റ്റിന്റെ ജോലിഭാരം കുറയ്ക്കാൻ 10 രോഗികളെ കൊല്ലുകയും 27 പേരെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നഴ്സിന് ജീവപര്യന്തം തടവ്. സ്വിറ്റ്സർലൻഡിൽ വാടക നിരക്ക് കുത്തനെ കൂടി. 20 വർഷത്തിനിടെ വാടക നിരക്ക് വർദ്ധിച്ചത് 31.9%. എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഇതോടെ വിമാന സർവീസുകൾ പലതും തടസ്സപ്പെട്ടു. സാധാരണ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.